ഇപ്പൊ ഒരു പടത്തില് നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളി. ഏത് പടമാണ്? പിന്നെ അത് സർപ്രൈസ് ആണ്. ഒരു 3 പടം വേറെ ചെയ്തിട്ടുണ്ട്. തമിഴിൽ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ കൂടെ മാത്രമല്ല ഇവിടെ ഇരിക്കണത്. മസിൽ വന്നിട്ട് ആ മസിൽ കളയാൻ കഴിച്ച പാട് എനിക്കറിയുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഗുണ്ടായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നജീബ് വർഷാദ് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനാണ് ലീഡ് ചെയ്യണത്. ഞാനാണത് ചെയ്യണത്. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറക്ടറിനോട് പറഞ്ഞ് നിർത്തിയിട്ട് മസിലൊക്കെ കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. മരണം എന്ന് പറയുന്ന സാധനം ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് കണ്ടവനെ ചിലപ്പോൾ നമ്മൾ നാളെ കാണില്ല. കാരണം ഒരു ചെറിയൊരു ഇടിപ്പിൻ്റെ വ്യത്യാസം വന്നാൽ മതി നമ്മൾ തീരാൻ. അച്ചീവ്മെൻറ്റ്സ് നമുക്ക് വേണം. അച്ചീവ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പം നമ്മൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കണം എന്താ, ഇനി അത് പോരാ, അവിടെ നിന്ന് നമ്മൾ ഇനിയും മുകളിലേക്ക് പോകണം, ഇനിയും മുകളിലേക്ക് പോകണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം ഒരു പെൺകുട്ടി തന്നെ നല്ല അടിപൊളി സ്ട്രെച്ചറിൽ പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ വായിൽ നോക്കണം ആരായിരിക്കും? പെൺകുട്ടികൾ തന്നെ ആയിരിക്കും. സത്യല്ലേ? സത്യമാണ്. അതാണ് കൂടുതൽ സെലിബ്രിറ്റീസ് നമ്മുടെ അടുത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതാ അവരുടെ പോസ്റ്റ് കറക്ഷൻ ശരിയാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫ്രെയിമിൽ വേറൊരാളാവും. ഇപ്പോഴും ചേട്ടൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ ഓരോരോ രീതിയിൽ, ബിക്കോസ് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് അല്ലേ? അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജിമ്മിൽ കാല് കുത്തുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ബൈസെപ്സോ അല്ലെങ്കിൽ വിങ്സ്, അങ്ങനെ അങ്ങനെ ഓരോ സംഭവങ്ങൾ. ചേട്ടൻ്റെ ഫേവറേറ്റ് എന്താണ്? എനിക്കിത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ മസിൽസും ഫേവറേറ്റ് ആണ്. ആണല്ലേ? കാരണം നമ്മളൊരു കോമ്പറ്റീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണാലിറ്റി ആവണം. അപ്പൊ എല്ലാ മസിലും ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ഒരു ജിമ്മിൽ വരുന്ന ആൾക്കാർ എന്താ പറയാ, ചേട്ടാ സാറേ എനിക്ക് കുറച്ച് കൈ വേണം, അല്ലെങ്കിൽ കുറച്ച് ചെസ്റ്റ് വേണം, വയറ് കുറയ്ക്കണം, അങ്ങനെയാ പറയാറ്. പക്ഷെ അങ്ങനെ നടക്കാത്ത കാര്യമാണ്. അങ്ങനെ നടക്കില്ല. കാരണം നമ്മള് അത്യാവശ്യം മൊത്തത്തിൽ ബിൽഡ് ചെയ്യണ നമുക്കൊരു പോസ്റ്റ് കറക്ഷൻ എന്ന സാധനമുണ്ട്. അപ്പൊ ഈ കൂടുതൽ സെലിബ്രിറ്റീസ് നമ്മുടെ അടുത്ത് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാ. അവരുടെ പോസ്റ്റ് കറക്ഷൻ ശരിയാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഫ്രെയിമിൽ വേറൊരാളാവും. അതാണ്. പിന്നെ മോഡൽസ് ആയാലും നമ്മളടുത്ത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരുടെ ഈ പോസ്റ്റർ കറക്ഷൻ ശരിയാകുമ്പോൾ അവരുടെ വാക്കിംഗ് ആയാലും അവരുടെ സ്റ്റൈലുകൾ, അവരുടെ ആർട്ട് ഷൂട്ടുകൾ, കാര്യങ്ങളൊക്കെ വേറെ ലുക്കിലേക്ക് മാറും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചെയ്യാൻ അറിയാവുന്ന ആളുടെ അടുത്ത് ചെയ്യണമെന്നില്ല. കാരണം ഞാനൊക്കെ എന്താ റഷ്യൻ കോച്ചിൻ്റെ കീഴിലാണ് കൂടുതലും പഠിക്കണേ. അപ്പൊ ഇന്നും ഞാനൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മള്, കാരണം ഒരു മിനിമം ഒരു ക്ലാസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മിനിമം 1 ലക്ഷം കൊടുക്കണം. അപ്പൊ ഒരു 2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, പക്ഷെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, അത്രയും വലുതായിരിക്കും. അപ്പൊ ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് തന്നെയാണ് അല്ലേ ഈ ഒരു ഫിറ്റ്നസിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ചേട്ടൻ്റെ ഡയറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെയാണ് നോക്കുന്നത്? ഫുഡൊക്കെ എനിക്ക് പറഞ്ഞാൽ ഇഷ്ടംപോലെ കമ്പനിക്കാർ സ്പോൺസർ ഉണ്ട്. ആര് വേണമെങ്കിലും ഫുഡ് കൊണ്ടു വരും. ഇപ്പൊ ഒരു കമ്പനി, അതിന്റെ കമ്പനിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എനിക്ക് ഫുഡ് സ്പോൺസർ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് വന്നേ. ആണോ? അപ്പൊ എന്ത് തരത്തിലുള്ള ഫുഡ്? ഒരു നമ്മുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് ഇത്ര കഴിക്കാം അങ്ങനത്തെ രീതിയിൽ പ്ലാൻ ചെയ്ത്? അല്ല, ഞാനിപ്പോ അങ്ങനെ സത്യത്തിൽ അങ്ങനെ നോക്കണില്ല. കാരണം ഞാനിപ്പോ കൂടുതലും സിനിമയൊക്കെ ഫോക്കസ് ചെയ്യണം. ഞാൻ ഇപ്പൊ ഒരു പടത്തില് നായകനായിട്ട് ചെയ്തിട്ടുണ്ട്. ഓ അടിപൊളി. ഏത് പടമാണ്? പിന്നെ അതൊക്കെ സർപ്രൈസ് ആണ്. എപ്പോഴത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കാണാൻ പറ്റുക ബിഗ് സ്ക്രീനിൽ? 3 മാസം കഴിഞ്ഞിട്ട്. 3 മാസം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ വേറെ ഒരു 3 പടം വേറെ ചെയ്തിട്ടുണ്ട്. തമിഴിൽ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനറിന്റെ കൂടെ മാത്രമല്ല ഇവിടെ ഇരിക്കണത്. അതൊക്കെ നമ്മള് മസിൽ വന്നിട്ട് ആ മസിൽ കളയാൻ കഴിച്ച പാട് എനിക്കറിയുള്ളായിരുന്നു. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഗുണ്ടായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ നജീബ് വർഷാദ് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനാണ് ലീഡ് ചെയ്യണത്. ഞാനാണത് ചെയ്യണത്. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറക്ടറിനോട് പറഞ്ഞ് നിർത്തിയിട്ട് മസിലൊക്കെ കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. പിന്നെ മസിലൊക്കെ കളഞ്ഞിട്ട് വന്നിട്ട് 2ാമത് എടുത്ത്. അത്രയും അതിന് വേണ്ടിട്ട് നമ്മൾ ഡെഡിക്കേഷൻ ചെയ്യണം. 2 രീതിയിലും അത് കൊണ്ടുപോകാൻ പറ്റണം. ഗുണമുണ്ട്, ദോഷമുണ്ട്. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല ലെവലിലേക്ക് നമ്മുടെ ബോഡീനെ മാറ്റാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ഒരുപാട് വീഡിയോസ്, CCTV വീഡിയോസ് ഒക്കെ കാണാറുണ്ടല്ലോ. കൊറോണ ബാധിച്ചതിന് ശേഷം ജിമ്മിൽ പോകുമ്പോൾ അത് ലങ്ങിന് പ്രശ്നം വന്ന്
മരിച്ചു വീഴുന്നു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു വീഴുന്നു, അതൊക്കെ അപ്പൊ എന്താണ് സംഭവം? ശരിക്കും ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മളെ ഒരു ന്യൂസിൽ വന്ന നിങ്ങൾ കേട്ടായിരുന്നോ? അതായത് അതായത് ആരോഗ്യം ക്ഷയിച്ചു കിടക്കുന്ന ഫിറ്റ്നസ് സെന്ററുകൾ തുറന്ന് പ്രവർത്തിക്കണം. കാരണം അവർ ഈ കൊറോണ വന്ന ആൾക്കാർക്ക് അത് ചെയ്താലാണ് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ ന്യൂസ് വന്നേ. മനസ്സിലായോ? അല്ലാതെ മറ്റപ്പടല്ല. അത് തിരിച്ച് ഇപ്പൊ ഏതെങ്കിലും ഏതൊരു ആക്ടർ മരിച്ചതല്ലേ പറഞ്ഞത്? എന്തോ ഒരു ആക്ടർ മരിച്ചൊക്കെയല്ലേ? നമ്മൾ മരിക്കേണ്ട സമയമാകുമ്പോ നിങ്ങൾ ഇപ്പൊ കൊറോണ വന്ന് മരിച്ചു എന്ന് പറയണില്ലേ? കൊറോണ വന്ന് മരിച്ച ലിസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ അല്ലാണ്ട് തന്നെ നമ്മൾ ലിസ്റ്റ് എടുത്താൽ എന്തോരം ആൾക്കാർ എത്ര ദിവസം മരിക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ ക്യാൻസർ വരുന്നത് പറഞ്ഞു. ക്യാൻസർ വരുന്നത് നമ്മൾ കൂടുതൽ ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ഇട്ട് അത് ഇത് ചെയ്തിട്ടാണ് കൂടുതലും ക്യാൻസർ വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ ക്യാൻസർ ഒന്നും മരിച്ചത് ഇന്നസെന്റ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഇന്നസെന്റ് പറഞ്ഞല്ല, കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അവര് മാത്രമാണ് മരിക്കുന്നുള്ളൂ. അവര് മരിക്കണത് നമ്മൾ അറിയുന്നുള്ളൂ. കാരണം അവര് പോപ്പുലർ ആളായതുകൊണ്ട് നമ്മൾ അറിയുന്നു. മറ്റുള്ള ആൾക്കാര് മരിക്കണത് നമ്മൾ അറിയണില്ല. മരണം എന്ന് പറയുന്ന സാധനം ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ന് കണ്ടവനെ ചിലപ്പോൾ നമ്മൾ നാളെ കാണില്ല. കാരണം ഒരു ചെറിയൊരു ഇടിപ്പിന്റെ വ്യത്യാസം വന്നാൽ മതി നമ്മൾ തീരാൻ. അപ്പൊ നമ്മൾ കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതൊക്കെ ലൈഫിൽ എന്താ പറയാ, അച്ചീവ്മെന്റ്സ് നമുക്ക് വേണം. അച്ചീവ്മെന്റ്സിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ നമ്മൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ചിന്തിക്കണം എന്താ, ഇനി അത് പോരാ, അവിടെ നിന്ന് നമ്മൾ ഇനിയും മുകളിലേക്ക് പോകണം എന്നാണ് നമ്മൾ ചിന്തിക്കണം. അതിൽ തെറ്റില്ല. പക്ഷെ അതിനൊരു ഗ്രാജുവൽ പോക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിയേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് വന്ന് മരിക്കണ്ടേ? എത്രയോ ആൾക്കാർ ചെറുപ്രായത്തിൽ തന്നെ സ്റ്റോക്ക് വന്ന് മരിക്കണം. സത്യല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മറ്റേ അത്രയും കാശുള്ള ഒരാളായിരുന്നു, ഞാൻ പേര് പറയാണ്, നമ്മുടെ ഇടത്തല്ല ജോമോൻ. അത് ശ്രീലങ്കൻ കൗൺസിലറായിരുന്നു. ആളുടെ ഫാദറിന് അവർക്ക് BP കൂടുതലാണ്. അവരുടെ പാരമ്പര്യമായിട്ട് BP കൂടുതലുള്ള ആൾക്കാരാണ്. ഫാദർ വീണിട്ട് സ്റ്റോക്ക് വന്നിട്ട് ഒരു വർഷങ്ങളോളം കിടന്നു. പക്ഷെ മകൻ വീണിട്ട് അപ്പം തന്നെ ബ്രെയിൻ ഡെഡായി 3 ദിവസം കൊണ്ട് ആള് മരിച്ചു. പക്ഷെ അത്രയും കോടികൾ ഉണ്ടാക്കിയ ആളാണ്. ആള് ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, മറ്റേ എന്താ പറയാ, ഫുഡ് നോക്കുന്നുണ്ട്, എല്ലാ കാര്യം നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എൻ്റെ ഒപ്പീനിയൻ ഉണ്ടാ. ആ ഒരു സമാധാനം നഷ്ടപ്പെടുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യണ്ടേ. ആ ബ്രെയിൻ ഡെഡ് ആവണം അങ്ങനെയാണ്. അല്ലാണ്ട് വെറുതെ നമ്മൾ ഒരു കാരണവശാലും പെട്ടെന്ന് ആവുന്ന സാധനങ്ങളൊന്നും അല്ലത്. ഫിസിക്കൽ ഫിറ്റ്നസിനെക്കാട്ടും കൂടുതൽ മെന്റലി നമുക്ക് ഒരുപാട് നമ്മൾ മെന്റലി ആണ് ആദ്യം ഫിറ്റ് ആവേണ്ടത്. ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല, മെന്റലി ഫിറ്റ് ആവണം. അത് നമ്മുടെ ഇപ്പം നമ്മൾ ഒരു ട്രെയിനിങ് കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും മെന്റൽ ഹെൽത്തും അത്യാവശ്യം ബെറ്റർ ആവുന്നത് പോലെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, മെന്റൽ ഹെൽത്ത് ആവണമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ ടീച്ചർമാരൊക്കെ നമ്മളെ തല്ലും അടിക്കും ഒക്കെ ചെയ്യില്ലേ? പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ടീച്ചർമാർ 2 അടി അടിച്ചാൽ നമ്മൾ എന്താ ചെയ്യാ? കാരണന്മാര് വീണ്ടും ടീച്ചർമാരുടെ അടുത്ത് ചോദിക്കാൻ പ്രശ്നമാക്കാൻ വരാണ്. അവർക്ക് വരെ പേടിയാണ് നമ്മുടെ മക്കളെ ആരെങ്കിലും തല്ലി വളർത്താനായിട്ട്. കാരണം അവർക്ക് ടീച്ചർമാരെന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളത് അറിയണില്ല. കാരണം അവര് നമ്മളെ റിവിഷൻ ചെയ്തിട്ട് വേണം നമ്മളെ ഒന്ന് പഠിപ്പിക്കാൻ. നമ്മളെ പഠിപ്പിച്ചെടുത്തിട്ട് അവർക്ക് എന്തുണ്ടായിട്ടാ? അവർക്ക് എങ്ങനെയും പഠിപ്പിച്ചാൽ പോരെ. പക്ഷെ ആ ടീച്ചിങ് എന്ന് പറഞ്ഞ സാധനം എല്ലാ ഫീൽഡിലും മികച്ചു നിൽക്കണതാണ്. അപ്പൊ ആ ഫിറ്റ്നസും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് തന്നെയാണ്. നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഒരു ഹരിശ്രീ എഴുതണ മുതലും നമ്മൾ റെസ്പെക്ട് ചെയ്ത് നമ്മൾ പോണേ അല്ലേ? സത്യല്ലേ? നമ്മൾ എത്ര വലുതായ പോലും നമ്മളൊരു ലളിതെഴുത്ത് ഒരു ആശാത്തിൻ്റെ അടുത്ത് എഴുതുന്നുണ്ടെങ്കിൽ ആ ആള് പോകണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അല്ലേ? അതെന്തുകൊണ്ടാ വന്നെ? യെസ്. അത് തന്നെ ഈ ഫീൽഡില് ഈ ഫിറ്റ്നസ് ട്രെയിനർമാർക്ക് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എൻ്റെ ഫോൺ എടുത്തിട്ട് ഡോക്ടർ എന്നുള്ള സെർച്ച് ചെയ്താൽ ട്രോൾ ചെയ്താൽ തീരില്ല. അതിന് മാത്രം ഡോക്ടർ മെസ്സിനെ ഞാൻ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. കാരണം അവര്
എന്തുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ അവർക്ക് എന്താ ട്രീറ്റ്മെന്റ് കൂടുതൽ ഡോക്ടർമാർ ചില ഡോക്ടർമാർ അവിടെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്താ പറയാന്നറിയോ, നിങ്ങൾ ജിമ്മിൽ പോകരുത്, നിങ്ങൾ പൊട്ടി കഴിക്കരുത്. എന്നിട്ട് പിറ്റേ ദിവസം അവരെ വിളിച്ചു നോക്കിയത് 2 ദിവസം കഴിഞ്ഞാൽ അവര് ജിമ്മിലായിരിക്കും. മനസ്സിലായോ? അതായത് അവർക്ക് ശരിക്കും എന്താ ഡോക്ടർമാർ അങ്ങനെ എന്താ പറയണെന്ന് നമുക്കറിയില്ല. വിവരം കൂടിയിട്ടാന്ന് തോന്നുന്നു. കാരണം ചിലവർ അറിവ് കൂടില്ലേ, അറിവ് കൂടുമ്പോ സമയത്ത് അവർക്ക് എന്താ പറയണെന്ന് അറിയണ്ടാവില്ല. മനസ്സിലായോ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്കത് തോന്നണേ. കാരണം അല്ലാണ്ട് നിങ്ങൾ ജിമ്മിലൊന്നും പോകരുത്, നിങ്ങൾ പ്രോട്ടീൻസ് ഒന്നും കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ആ ഡോക്ടറെ വീട്ടില് കൊച്ചുങ്ങൾക്ക് ഗോർലിക്സ് ബൂസ്റ്റും ഒന്നിട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടായിരിക്കും പറയണത്. മനസ്സിലായോ? അവര് തന്നെ പ്രിഫർ ചെയ്ത് കൊടുക്കണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതിനൊക്കെ അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. വലുതാകുമ്പോ പിന്നെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ കിട്ടൂലല്ലോ. അതൊക്കെ ആയിരിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ലൈഫ് സ്റ്റൈല് പഠിപ്പിക്കണ രീതി എങ്ങനെയാന്ന് വെച്ചാ അതുപോലെ പഠിപ്പിച്ചാലാണ്. ഇപ്പൊ നമ്മളൊരു വണ്ടി വാങ്ങിച്ചു, നമ്മൾ സർവീസ് ചെയ്യില്ലേ, സർവീസ് ചെയ്യാൻ കൊടുക്കില്ലേ? എന്തിനാ സർവീസ് ചെയ്യണത്? അതിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ശരിയാവാൻ വേണ്ടിയല്ലേ? സെയിം തന്നെയാണ് നമ്മുടെ ബോഡി. നമ്മൾ സർവീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ നശിക്കും. പുതിയ വണ്ടി മേടിച്ച് നമ്മൾ സർവീസ് ചെയ്യണ്ടോ അതേ മോഡൽ തന്നെ നമ്മുടെ ശരീരം. ഞാൻ ഫുൾ മോട്ടിവേറ്റഡ് ആവാണ്. നമ്മൾ സർവീസ് ചെയ്യണം. സർവീസ് ചെയ്താലാണ് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം ചേട്ടൻ്റെ അടുത്ത്. ഇപ്പം കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഒരുപാട് യങ്സ്റ്റേഴ്സ് എല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവർ അത്രയും നാളും വീട്ടിലിരുന്ന് അങ്ങനെ ജീവിച്ച് ഫോണ്, TV, വീഡിയോ ഗെയിംസ്, പണ്ടത്തേനെക്കാട്ടും കൂടുതൽ എല്ലാവരും വീട്ടിലിരിപ്പ് തന്നെയാണ്. ആ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോലും ആരും പുറത്തോട്ട് പോകണില്ല. പേരൻസ് ആണെങ്കിലും വിടുന്നില്ല. പഠിക്ക്, മാർക്ക് വാങ്ങ് എന്നുള്ള രീതിയിലാണ് യങ്സ്റ്റേഴ്സിനെ മിക്കവരെയും വളർത്തുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ വർക്കും കൂടെ ചെയ്തിട്ടുള്ള ആളായത് കാരണം ഐ നോ കിഡ്സ് ആർ ലൈക്ക് ദാറ്റ് നൗ. അപ്പൊ അങ്ങനത്തെ പേരൻസിനോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പിള്ളേര്, ബോഡി മൂവ്മെന്റ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട്. അപ്പം അവരെ അവരുടെ അടുത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഈ വീട്ടിൽ ഇരിക്കുകയല്ല മെയിൻ കാര്യം, പിള്ളേരെ ഇരുത്തുന്നതല്ല മെയിൻ കാര്യം എന്നുള്ളത്. അതിനെ കുറിച്ച് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് തന്നെ. കാരണം ഇന്നെല്ലാവരും അത്യാവശ്യം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. മിക്ക ആൾക്കാരും, കാരണന്മാരായാലും പ്രായമുള്ള ആൾക്കാരായാലും രാവിലെ എണീറ്റ് അവർ നടക്കാണ്. അവർ നടക്കാൻ വരേണ്ട സിറ്റുവേഷൻ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഡോക്ടർമാർ അവരോട് പറയണ്ടോ, അതേ വെയിറ്റ് കുറയ്ക്കട്ടാ, അല്ലെങ്കിൽ ഷുഗർ, BP പറയണ്ടാവും. അപ്പൊ അവരും അവരുടെ മക്കളെ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല രീതിയിൽ വളർത്താൻ അവർ ആഗ്രഹിക്കണേ. പിന്നെ മുതുമടിയന്മാരാണ് ഈ പറഞ്ഞ പോകത്തെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ. അല്ലാണ്ട് കാരണന്മാർ ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യണ്ട, ഫിറ്റ്നസ് ചെയ്യണ്ട, നിങ്ങളുടെ ബോഡി നോക്കണ്ട എന്ന് പറയില്ല. അവർ നല്ല ഭക്ഷണമല്ലേ കൊടുക്കാം. പുറത്തു പോയിട്ടല്ലേ നമ്മൾ ചീത്ത ഭക്ഷണം കഴിക്കാം. മനസ്സിലായോ? അല്ലാതെ വീട്ടിലിരിക്കുന്ന കാരണന്മാർ എപ്പോഴും നമ്മളെ മക്കളെ നല്ല ഫിറ്റായി വളർത്താൻ തന്നെ ആഗ്രഹിക്കണേ. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് മടിയന്മാരുണ്ട്, അതൊന്നും വേണ്ട, നമുക്കതൊന്നും വേണ്ട എന്ന്. എല്ലാവരും പറഞ്ഞ പോലെ 6 പാക്ക് കേരളത്തിലെ ആൾക്കാർക്ക് എന്തിനാ എന്ന് വെച്ചാൽ 6 പാക്ക് അല്ല വേണ്ടേ, സിംഗിൾ പാക്ക് ആയാലും ഏത് പാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഒരു മെന്റലി ഫിറ്റ്നസ് അതാണ് മെയിൻ. ആ മെന്റലി ഫിറ്റ്നസ് നമ്മൾ വന്നത് നമ്മുടെ ബോഡി ഫിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മെന്റലി ഫിറ്റ്നസ് ആവാണ്. ഇപ്പൊ നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലാണെന്ന് വെച്ചോ, നല്ല വെൽ ഡ്രസ്സിൽ ചെല്ലാണെങ്കിൽ, നല്ല ബോഡിയൊക്കെ നല്ല അടിപൊളിയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നൈസായിരിക്കില്ലേ? ഒരു പെൺകുട്ടി തന്നെ നല്ല അടിപൊളി സ്ട്രെച്ചറിൽ പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ വായിൽ നോക്കണ ആരായിരിക്കും? പെൺകുട്ടികളെ വായിൽ നോക്കണ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? പെൺകുട്ടികൾ തന്നെയായിരിക്കും. സത്യല്ലേ? സത്യമാണ്. അതാണ് സത്യം. പെൺകുട്ടികൾ നല്ലൊരു സ്ട്രെച്ചറിൽ പെൺകുട്ടി പോയാൽ ഏറ്റവും കൂടുതൽ വായിൽ നോക്കണം അവരായിരിക്കും. അതെ, ഞാനും നോക്കും. എന്റെ അമ്മ എല്ലാ കാര്യവും നോക്കും. അതിൽ നിന്ന് എന്തൊക്കെ അഡ്മയർ ചെയ്യാൻ പറ്റും അതൊക്കെ എടുക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു സൗന്ദര്യം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൺകുട്ടീനെ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ പെൺകുട്ടീനെ പറയുള്ളൂ, അല്ലേ? സത്യല്ലേ? പക്ഷെ വേറെ കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മളൊരു ഫ്ലെക്സ് വെക്കാന്ന് വെച്ചോ, ഒരു ഡ്രസ് ഇല്ലാണ്ട് ഒരു കുഞ്ഞു കുട്ടി നിൽക്കാന്ന് വെച്ചോ, അവിടെ ഒരു ആൺകുട്ടീനെ നിർത്തുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെൺകുട്ടീനെ നിർത്തില്ല. ശരിയാ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്ലേസ് ഉണ്ട്. പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത്
പെൺകുട്ടികളെ നമ്മൾ ആകർഷിപ്പിക്കണേ. ഐശ്വര്യ റായി നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ഈ റായി ഇവിടെ കേരളത്തിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ? മലയാളത്തിൽ പറയാൻ ആണുങ്ങളെ പറയാനായിട്ട്. അപ്പൊ ആ ഐശ്വര്യ റായി ആ ഒരു ഇതാണ് നമ്മൾ ഇത് ചെയ്യണത്. ഞാൻ ഇനി ഐശ്വര്യ റായിനെ പോലെ ആവാൻ നോക്കണം അല്ലേ? നമ്മളിപ്പോഴും പറയണ ഒരു വേടല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ പിന്നെ മോഡൽസിനായാലും ഇപ്പൊ കൂടുതലും കോണ്ടസ്റ്റ് വിൻ ചെയ്യാൻ അവർക്ക് ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് ജിമ്മ്. ഫിസിക്ക് എന്തായാലും കാരണം ഫിസിക്കലി തന്നെ ഇപ്പൊ ഇഷ്ടംപോലെ കോമ്പറ്റീഷൻസ് ലേഡീസിനുണ്ട്. ഇപ്പൊ ഈ ജിമ്മിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പൊ 2 ടൈറ്റിൽ കൊടുന്നു. ഒരെണ്ണല്ല 2 ടൈറ്റിൽ. അപ്പൊ ഒരു സാധാരണ ഒരു റാം കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനമല്ല. അതിന് കാരണമുണ്ട്, റീസൺ ഉണ്ട്. എന്താണെന്നറിയോ? അവിടെ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, മനസ്സിലായോ? പക്ഷെ ഇവിടെ അത് പറ്റില്ല. അവർ അത്യാവശ്യം നല്ല സ്ട്രക്ചർ തന്നെ ആയിരിക്കണം, വിസിബിള് ആവണം. കാരണം അവിടെ ഇരിക്കുന്ന ആൾക്കാരും ജഡ്ജസ് കൊടുത്താൽ പോലും നാട്ടുകാർ സമ്മതിക്കില്ല, ആൻസർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ നിങ്ങൾ റാമ്പിൽ വരുന്നൊരു കുട്ടി അവള് വെളുത്തതായിക്കോട്ടെ അല്ലെങ്കിൽ കറുത്തതായിക്കോട്ടെ അല്ലെങ്കിൽ അവൾ വണ്ണമുള്ളതായിക്കോട്ടെ, എങ്ങനെ ഇരുന്ന അൺഫിറ്റ് ആയിട്ട് എന്ത് ഇരുന്നാലും ആ കുട്ടിക്ക് കൊടുത്താലും ആർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ജഡ്ജസിന് പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവളുടെ വാക്കിംഗ് നല്ലതായിരുന്നു, അവളുടെ ക്വസ്റ്റ്യൻ ആൻസർ നല്ലതായിരുന്നു, അല്ലെങ്കിൽ അവളുടെ സ്റ്റൈല് നല്ലതായിരുന്നു, അവളുടെ കണ്ണ് നല്ലതായിരുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞ പോലെ കറുപ്പിന് 7 അഴുക. ചിലപ്പോൾ ആ കറുത്ത കുട്ടിയായിരിക്കും ഏറ്റവും നല്ല ഭംഗിയുള്ള കുട്ടി, മനസ്സിലായോ? വെളുത്തതായിരിക്കില്ല, ആ നല്ല കറുത്ത് നല്ല ഷേപ്പായിട്ട് ആ കൊച്ചിനായിരിക്കും കിട്ടേണ്ടത്. പക്ഷെ കിട്ടിയത് വേറെ കൊച്ചിനായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ഫിറ്റ്നസ്സിൽ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ വിൻ ചെയ്യും. പിന്നെ സ്റ്റേജുകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കും. പിന്നെ സത്യസന്ധമായിട്ടുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള അത്ലറ്റ് ആയിരിക്കും. എന്താ കാരണം? എന്താ? ഫൈനൽ പോയിന്റിൽ ആര് എത്തുന്നോ. 100 മീറ്റർ ഓടി തീർക്കണം. ആ 100 മീറ്റർ ഓടി തീർക്കണം ഫസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ജാവൽ എറിയണം, അവൻ ദൂരത്തിൽ എറിഞ്ഞ അവൻ ഫസ്റ്റ് തന്നെയാണ്. ഫൗൾ അവിടെ ഉണ്ട്, അവിടെ ചവിട്ടിയ ഫൗളാണ്. അത് വിസിബിൾ ആണ്, കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നടക്കുന്ന സ്പോർട്സ് ആണ്. ബാക്കി നടക്കുന്നപ്പോ നമ്മള് കോണ്ടസ്റ്റുകൾ കാര്യങ്ങളൊന്നും നമുക്ക് സത്യസന്ധം എന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിലും മായമുണ്ട്. പക്ഷെ എന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു എന്തെങ്കിലും കാണിച്ചാലും അത് തിരിച്ചു ചോദിക്കും ആൾക്കാര്.